ഇതാണ് നെല്ലിയാമ്പതി റോഡിൻ്റെ അവസ്ഥ. കണ്ടില്ലേ, ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട്. ആകെ 4 മീറ്റർ വീതി റോഡാണ് ഉള്ളത്. ഇത് സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് 5.5 മീറ്റർ ആക്കി 5.5-6 മീറ്റർ ആക്കിയാൽ മാത്രമേ ഇവിടുത്തെ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥ മാറുകയുള്ളൂ. ഇത് വെറുതെ പറയുകയല്ല, ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ റോഡ് ബ്ലോക്കാകുകയാണ്. ആകെയുള്ള റോഡ് നോക്കൂ, എത്ര മണിക്കൂറോളം കാത്തിരുന്നിട്ടാണ് ഓരോ വണ്ടി കടന്നു പോകുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പോൾ SSLC കുട്ടികളുടെ പരീക്ഷ ആയതുകൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ കമ്മിയാണ്. ഇനിയിപ്പോൾ 2 മാസം ഇത്തിരി കമ്മിയായിരിക്കും. മാർച്ച് വരെ. മാർച്ച് SSLC കുട്ടികളുടെ പരീക്ഷ കഴിയുന്നവരെ ഇത്തിരി കമ്മിയായിരിക്കും. മറ്റുള്ളത് ഏപ്രിൽ മാസം ആയിക്കഴിഞ്ഞാൽ വിഷു, ഈസ്റ്റർ എല്ലാം വന്നു കഴിഞ്ഞാൽ, ഈ പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടും. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ പരീക്ഷ നടക്കുന്നതുകൊണ്ട് തിരക്ക് കമ്മിയാണ്. വളരെ പരിതാപകരമായ അവസ്ഥയാണ് നെല്ലിയാമ്പതി റോഡിൻ്റെ. ഇരുഭാഗങ്ങളും നോക്കും, വണ്ടി ബ്ലോക്കായിട്ട് കടക്കാൻ കഴിയില്ല. വളരെ ബ്ലോക്ക് അനുഭവിച്ചിരിക്കുകയാണ്. നിരവധി ടൂറിസ്റ്റുകൾ വന്ന് ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അനുഭവിക്കുന്നു. അതിനാണ് ഈ റോഡ് നന്നാക്കണം പറഞ്ഞത്. 92 കോടി ഉറുപ്പിക വെച്ചിട്ട് അത് എവിടെയും എങ്ങും എത്താതെ റോഡിൻ്റെ അവസ്ഥ നോക്കിയത്. കുണ്ടും കുഴിയായിട്ട് പല ഗർത്തങ്ങളും പല പ്രാവശ്യമായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നന്നാക്കുന്നതിനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. പിന്നെ പഞ്ചായത്ത്, നമ്മൾ നെല്ലിയാമ്പതി പഞ്ചായത്ത് കുറച്ച് വിറ്റൊക്കെ എടുത്തിട്ട് റോഡൊക്കെ നന്നാക്കി വിടണം. കാപ്പി എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും റോഡ് വീതി പോരാ എന്നുള്ളതാണ് അഭിപ്രായം. അത് എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു പരിപാടി. ഇവിടെ നിരവധി ടൂറിസ്റ്റുകൾ, 10,000-കണക്കിന് ടൂറിസ്റ്റുകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി റോഡ് നന്നാക്കാനുള്ള നടപടി സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലേൻ്റെയും ഭാഗത്ത് ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം താഴ്മയോട്